ഇതുവരെയുള്ള മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ഏറ്റവും നല്ല ഗാനം ഏതാണെന്ന് അറിയാൻ പല മാധ്യമങ്ങളും പലപ്പോഴായി മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലെ താമസമെന്തേ വരുവാൻ എന്ന ഗാനമായിരുന്നു. ബാബുരാജ് സംഗീതം പകർന്ന് ഭാസ്കരൻ മാസ്റ്റർ രചിച്ച് ദാസേട്ടൻ അനശ്വരമാക്കിയ ആ ഗാനം. പ്രേം നസീറിൻ്റെ ആത്മാവ് പറഞ്ഞുള്ള അഭിനയം അന്നത്തെ കാലത്തെ പെൺകുട്ടികളെ വളരെയധികം ആകർഷിച്ചിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കിയുള്ള ചിത്രമായിരുന്നു ഭാർഗവീ നിലയം. ഇത് സംവിധാനം ചെയ്തത് വിൻസെൻ്റ് മാസ്റ്റർ ആയിരുന്നു. വിൻസെൻ്റ് മാസ്റ്റർ തന്നെ ഒരു പ്രശസ്തനായ ക്യാമറാമാനാണ്. പക്ഷേ ഈ ചിത്രത്തിൽ ക്യാമറ ചലിപ്പിച്ചത് PN സുന്ദരമായിരുന്നു. വിൻസെൻ്റ് മാസ്റ്റർ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ച ഒരു ഓർമ്മയുണ്ട്. അന്നത്തെ കാലത്ത് ഈ ഗാന ചിത്രീകരണ രംഗത്ത് നായകനും നായികയെയും ഒരു മതിലിൻ്റെ അപ്പുറം ഇപ്പുറവും കാണിക്കാനായി വളരെയധികം ശ്രമപ്പെട്ടു എന്ന്. കാരണം ഇന്നത്തെ പോലെ അക്കേല ക്രെയിനോ ജിമ്മി ജിപ്പോ ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പാലൊളി ചന്ദ്രികയിൽ ഹൃദയേശ്വരിയുടെ മന്ദഹാസം ദർശിക്കുന്ന കാമുകൻ്റെ ശബ്ദം ഇന്നും യേശുദാസിലൂടെ ചിരഞ്ജീവിയായി തുടരുന്നു. താമസമെന്തേ വരുവാൻ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ. ഹേമന്തയാമിനി തൻ പൊൻവിളക്ക് പൊലിയാറായി മാഗന്ധ ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ. തളിർമരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ പൂഞ്ചോലക്കടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ പാലൊളി ചന്ദ്രികയിൽ നിന്നന്തഹാസം കണ്ടുവല്ലോ പാലൊളി ചന്ദ്രികയിൽ നിന്നന്തഹാസം കണ്ടുവല്ലോ ആതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ ആതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ. ഗുരുദത്തിൻ്റെ സിനിമകൾ കവിത പോലെയാണ്. ഭാവാത്മകതയുടെ മൂശയിലാണ് അവ വാർത്തെടുത്തിരിക്കുന്നത്. ഹിന്ദി സിനിമയുടെ സുവർണദശയുടെ മാതൃകകളാണവ. ചൗദുവിക ചാന്ദ് എന്ന ചിത്രം ഗുരുദത്ത് സ്വന്തമായി നിർമ്മിച്ച് അദ്ദേഹം നായകനായി അഭിനയിച്ചു. ഈ ചിത്രത്തിലെ സംഗീതം നിർവഹിച്ചത് രവിയായിരുന്നു.
രവി എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് സുപരിചിതനായ ബോംബെ രവി. ഇതിലെ ചൗദ്വി കാ ചാന്ദ് എന്ന ഗാനം മുഹമ്മദ് റാഫിയെ വെച്ച് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഗുരുദത്ത് രവിയോട് ചോദിച്ചു പോലും ഇതിന് അങ്ങേക്ക് ഞാൻ എന്താണ് പ്രതിഫലം നൽകേണ്ടതെന്ന്. രവി പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതിഫലവും വേണ്ട, അങ്ങയുടെ കയ്യിലുള്ള ഈ മദ്യക്കുപ്പി തന്നാൽ മതിയെന്ന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം രവി തനിക്ക് മദ്യപിക്കാനായാണ് ആ മദ്യക്കുപ്പി ഗുരുദത്തിൻ്റെ അടുത്ത് ചോദിച്ചതെന്ന്. അങ്ങനെ ആയിരുന്നില്ല. ആ സമയത്ത് മദ്യപാനത്തിന് അടിമപ്പെട്ട് ഗുരുദത്ത് വളരെ മോശമായൊരവസ്ഥയിലായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിരുന്നു രവി ആ മദ്യക്കുപ്പി ചോദിച്ചത്. ഗുരുദത്ത് ആ മദ്യക്കുപ്പി രവിക്ക് തിരിച്ചു നൽകിയിട്ട് പറഞ്ഞു പോലും ഇനി ഞാൻ മദ്യപിക്കില്ല എന്ന്. കുറച്ചു കാലമൊക്കെ അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചെങ്കിലും പിന്നീട് ആ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോവുക തന്നെ ചെയ്തു. 1964 ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നതോടെ ആ പതനം പൂർത്തിയായി. എങ്കിലും ഇന്നും തലമുറകളെ പുളകം കൊള്ളിച്ചുകൊണ്ട് ആ പൗർണമി ചന്ദ്രിക ഇടയ്ക്കിടയ്ക്ക്